നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ശക്തമായൊരു പേരാണ് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് പി നേതാവുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടേത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ ഉയർന്നു വന്ന സ്വത്ത് തർക്കവും സഹോദര ബന്ധത്തിലെ പിളർത്തലുമൊക്കെ വീണ്ടും പൊതുചർച്ചയാവുകയാണ്. ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ IAS ഉദ്യോഗസ്ഥൻ മോഹൻദാസിന്റെ ഭാര്യ ഉഷ മോഹൻദാസ് മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗൗരവകരമായ ആരോപണങ്ങളും വികാരഭരിതമായ വെളിപ്പെടുത്തലുകളുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉഷ മോഹൻദാസിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അപമാന പ്രചാരണവും ഒക്കെ തുടർച്ചയായി നടക്കുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട്. സ്വന്തം സഹോദരിക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ നിലപാടെന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയർന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള സ്വത്ത് തർക്കം കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉഷയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗണേഷ് കുമാർ നടത്തുന്ന വാക്കേറ്റങ്ങളും പരാമർശങ്ങളും ഒക്കെ അതിരുവിടുന്നു എന്നുമാണ് വിമർശനമുയർന്നത്. ഇതുവരെ പൊതുചർച്ചകളിൽ നിന്ന് അകലം പാലിച്ചിരുന്ന ഉഷ മോഹൻദാസ് തനിക്കെതിരായ സൈബർ ആക്രമണം അതിരുവിട്ടതോടെയാണ് വെളിപ്പെടുത്തലുകളുമായി പൊതുവേദിയിലേക്ക് എത്തിയത്. അവരുടെ ആരോപണങ്ങൾ അത്ര നിസ്സാരമല്ലെന്നും അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാർ തനിക്കൊപ്പം നിൽക്കുന്ന PR സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ബാലകൃഷ്ണപിള്ളയ്ക്ക് 2 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. ഇളയ മകൻ എന്ന നിലയിൽ ഗണേഷ് കുമാർ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രത്യേക സ്നേഹത്തിന് പാത്രമായിരുന്നുവെന്ന് ഉഷ പറയുന്നു. സഹോദരങ്ങൾക്കിടയിൽ തർക്കങ്ങളൊന്നുമില്ലാതെ ഒരുമയോടെയാണ് അച്ഛന്റെ ജീവകാലം മുഴുവൻ കുടുംബം മുന്നോട്ട് പോയത്. എന്നാൽ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം കുടുംബത്തിനുള്ളിൽ ഗൗരവതരമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തുവെന്നും ഉഷ മോഹൻദാസ് പറയുകയാണ്. പ്രധാനമായും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തർക്കങ്ങൾക്ക് കാരണമായത്. ഈ ഘട്ടത്തിൽ വിൽപ്പത്രം സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നു വന്നു. 3 മക്കളുള്ള ഒരച്ഛൻ 2 മക്കൾക്ക് മാത്രം നൽകുന്ന ഒരു വിൽപ്പത്രം തയ്യാറാക്കിയതായി തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ഉഷ മോഹൻദാസിന്റെ നിലപാട്. അച്ഛന് പാർക്കിൻസൺസ് രോഗം അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് വിൽപത്രത്തിൽ ഒപ്പിട്ടതെന്നും അവർ പറയുന്നു. ഒപ്പിടാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ഒപ്പുകൾ വെച്ചതായാണ് അവരുടെ ആരോപണം. ഇക്കാരണങ്ങളാൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടികൾ ആവശ്യമെന്നാണ് ഉഷയുടെ ആവശ്യം. ഈ വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് എന്നതും അവർ വ്യക്തമാക്കുന്നുണ്ട്. പിതാവ് ഒപ്പിട്ടു എന്ന് പറയുന്ന വിൽപത്രം വ്യാജമാണെന്നും സഹോദരൻ KB ഗണേഷ് കുമാർ സ്വാധീനം ചെലുത്തി തയ്യാറാക്കിയതാണെന്നുമാണ് ഉഷ മോഹൻദാസ് ആരോപിക്കുന്നത്. തനിക്കും സഹോദരി ബിന്ദുവിനും നീതി ലഭിച്ചില്ല എന്നാണ് ഇവരുടെ പക്ഷം. ഗണേഷ് കുമാർ തന്നെയും കുടുംബത്തെയും പിതാവിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചുവെന്നും രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി കുടുംബ ബന്ധങ്ങളെ ബലികഴിച്ചുവെന്നും അവർ മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിൽപത്രത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഉഷ മോഹൻദാസ് നിയമ നടപടികളുമായൊക്കെ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം KB ഗണേഷ് കുമാർ നിഷേധിച്ചിട്ടുണ്ട്. പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് വിൽപത്രം തയ്യാറാക്കിയതെന്നും പാർട്ടിയിലും കുടുംബത്തിലും തനിക്കെതിരെ നടക്കുന്ന ഭാഗമാണിതെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ശാരീരികമായി അതീവ അവശനായിരുന്ന ഘട്ടത്തിലാണ് ഈ വിൽപത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തമായി ഒപ്പിടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മറ്റൊരാളുടെ സഹായത്തോടെ രേഖകളിൽ ഒപ്പുവെച്ചു എന്നത് വിൽപത്രത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇക്കാരണത്താലാണ് ഇതിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. വർഷങ്ങളായി ഗണേഷ് കുമാർ അച്ഛനുമായി അകൽച്ചയിലായിരുന്നുവെന്നും അവസാന നാളുകളിൽ മാത്രമാണ് അദ്ദേഹം അടുത്തു വന്നതെന്നുമാണ് ഉഷ ആരോപിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് ബാലകൃഷ്ണപിള്ള പരസ്യമായി പറഞ്ഞത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന കടുത്ത ഭിന്നതയുടെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു. അച്ഛനെ ശുശ്രൂഷിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത പെൺമക്കളെ അവഗണിച്ച് അകന്നു നിന്ന മകന് അനുകൂലമായി വിൽപത്രം വന്നതിലെ സ്വാഭാവികതയില്ലായ്മയാണ് കുടുംബാംഗങ്ങളെ നിയമ പോരാട്ടത്തിലേക്ക് പ്രേരിപ്പിച്ചത്. പാർക്കിൻസൺസ് രോഗം മൂലം കൈവിറയ്ക്കുന്ന പിതാവിനെ കൊണ്ട് സഹായിയായ മനോജ് പൊന്നച്ചൻ കൈപിടിച്ച് ഒപ്പിടിവിക്കുകയായിരുന്നു എന്ന ആരോപണം വിൽപത്രത്തിന്റെ നിയമസാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിൽപത്രത്തിൽ മാത്രമല്ല അവസാനത്തെ 1 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിലും ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നവർ സംശയിക്കുന്നു. മകൾക്ക് പോലും അച്ഛനെ തനിയെ കാണാൻ സാധിക്കാത്ത വിധ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം. ആരോട് സംസാരിക്കണം, എന്ത് പറയണമെന്ന് പോലും നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നത് ഒരു ഹൗസ് അറസ്റ്റ് അവസ്ഥയിലായിരുന്നുവെന്ന് ഉഷ പറയുന്നു. അച്ഛന് പലതും പറയാനുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ അദ്ദേഹത്തെ നിശബ്ദനാക്കിയെന്നും അവർ വിശ്വസിക്കുന്നു. സ്വന്തം അച്ഛന്റെ അസ്ഥി നമസ്കരിക്കാൻ പോലും അനുവദിക്കാതെ ഇറക്കി വിട്ടു എന്നത് ഒരു മകൾക്ക് താങ്ങാനാകുന്നതിലും അധികമാണ്. 16-ാം അടിയന്തരത്തിന് ശേഷം ആ തറവാടിലേക്ക് പിന്നീട് അവർ പോയിട്ടില്ല എന്നത് ആ ബന്ധത്തിലെ വിള്ളലിന്റെ ആഴം വ്യക്തമാക്കുന്നു. നടി ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളും ഉഷ മോഹൻദാസ് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ പോലും ഗണേഷ് കുമാറിനെ ഭയപ്പെട്ടിരുന്നുവെന്നും ഒരു ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയതെന്നുമാണ് അവർ ആരോപിക്കുന്നത്.
ഏത് കോടതിയിലും ഒരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കിനേക്ക്. അത് എല്ലാ കേസിനും അങ്ങനെയാണ്. അത് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. അപ്പൊ ഫോറൻസിക്കിന് പോയി. ഈ ഫോറൻസിക് കഴിഞ്ഞ് അച്ഛൻ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനെ 1 വർഷമായി, ഈ മരിക്കുന്നതിന് 1 വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. ഈ പാർക്കിൻസോൺസിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, കൈവിറയലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം. അയാൾ കൈപിടിച്ചാണ് 1 വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകല പേപ്പേഴ്സും സകലതും ഒപ്പിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസവും ഇല്ല. ഉണ്ടോ? അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പ് അവിടെ നടന്നു. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. തട്ടിപ്പല്ല, അത് ക്രൂരത. കാരണം എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഒരുപാട് കൊടുത്തു എന്ന്. കുറച്ച് ഓർണമെന്റ്സും മക്കളെ കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് വീട്, അതാ ഒരു പെൺമക്കൊക്കെ ചെയ്യുന്ന അത്ര വലിയ സംഭവമാണോ? അങ്ങനെ നോക്കാന്നേ ഗണേശൻ അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ സഹോദരിക്ക് കിട്ടേണ്ട ന്യായമായ സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കത് റെക്കോർഡുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിൽ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ, ഞാൻ ഇരുന്ന് കള്ളം പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെക്കോർഡ്സ് ഉണ്ടല്ലോ. അച്ഛന്റെ 16 കഴിഞ്ഞ് അവിടുന്ന് വിഷമത്തോടു കൂടി ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോ അച്ഛന്റെ അസ്ഥി കൊണ്ടുപോകുന്ന അതിലൊന്ന് നമസ്കരിക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല, എന്നെ കയറ്റിയില്ല. അവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി. എന്നെ അറിയിച്ച പോലുമില്ല. അതെനിക്ക് വലിയ ദുഃഖമാണ്. കാരണം അച്ഛൻ ഓരോ കർമ്മം ചെയ്യുന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എൻ്റെ കർമ്മം ചെയ്യത്തില്ല, നീ നിന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. എൻ്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ഞാൻ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അന്ന് അത് ഒരു അച്ഛൻ്റെ അവസാനത്തെ കർമ്മമാണ്, അസ്ഥി നമസ്കരിക്കുക. അതില് എന്നെ തൊടിയിച്ചില്ല, എന്നെ അറിയിച്ചുമില്ല. അതെനിക്ക് വളരെ വേദനയായിരുന്നു. ബാലകൃഷ്ണപിള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ പൂജപ്പുരയിലെ ജയിൽ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന ആ ഒരു 2 വർഷക്കാലം തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതിനുള്ള കാരണം മകന്റെ ഒറ്റപ്പെടുത്തലാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ? വേറെ ഒരു കാരണവും അച്ഛനില്ല. ബാക്കി എല്ലാം അച്ഛൻ വളരെ സന്തോഷം. മകൻ ഈ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു വേദന അച്ഛനുണ്ടായി. അതിന്റെ തിരിച്ചടിയാണോ പിന്നീട് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തിയത്? ഒരു വിധി വൈപരീത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മന്ത്രിസ്ഥാനം അച്ഛന്, അത് സത്യം പറയാം, അച്ഛൻ അന്ന് ഇലക്ഷൻ ജയിച്ച അച്ഛനും ഗണേശനും ഒന്നിച്ച് ജയിച്ചു. സ്വാഭാവികമായിട്ട് അച്ഛൻ ചെയർമാനാണ് മന്ത്രിയാവുന്നത്. അങ്ങനെ AK ആന്റണി സാറായിരുന്നു മുഖ്യമന്ത്രി. അന്ന് തീരുമാനം എടുത്തു അച്ഛൻ മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ. നാളെ സത്യപ്രതിജ്ഞ, മറ്റന്നാൾ സത്യപ്രതിജ്ഞ. എല്ലാം റെഡിയായി. കൊട്ടാരക്കരക്കാരെല്ലാം എപ്പോഴത്തെ പോലെ റെഡിയായി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഒരു മൂവ് ഉണ്ടായി. എവിടുന്നാ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ബാലകൃഷ്ണ കരുണാകരൻ സാറാണ് അതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്മജി അവരോട് ഒരു പോലെ ഗണേശൻ മന്ത്രിയാവട്ടെ. കരുണാകരനുമായിട്ട് വലിയ അടുപ്പമാണ്, കുടുംബമായിട്ട് വലിയ അടുപ്പമാണ്. അങ്ങനെ ആ വഴി വന്നതാണെന്ന് ആന്റണി സാറ് പറഞ്ഞു. ആന്റണി സാറിന് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടായി, അച്ഛനെ മാറ്റി നിർത്തി മകനെ മന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഫീലിംഗ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ അച്ഛൻ അനുകൂലിച്ചിട്ടില്ല. ഒരിക്കലും അച്ഛനെ വിട്ട് അമ്മ ഒരു കാര്യം, മകനോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്, ഒരു മകനല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അച്ഛനെ വിട്ട് അമ്മ നിൽക്കില്ല. മകനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെട്ടു, മോശമാണെന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിച്ചേ? അയാൾക്കും വിഷമം ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അന്നൊക്കെ കുറച്ച് വിഷമം. പക്ഷെ പിന്നെ അച്ഛന്റെ വിഷമം അതിലായിക്കോട്ടെ. മന്ത്രിയായപ്പോ എല്ലാവരും ഇപ്പൊ പറയും ബാലകൃഷ്ണപിള്ള മകനെ പെരുന്തച്ചൻ അല്ല, കഷ്ടമാണ് അത് പറഞ്ഞ. പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ല. ഇപ്പൊ മാണിസാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇവരാരും ജീവിച്ചിരിക്കുമ്പോ മക്കൾ ആരും വന്നില്ലല്ലോ. അവരെല്ലാം അച്ഛന്റെ കാലശേഷം അല്ലെ അച്ഛന്റെ അനുഭവത്തോടോ ആശീർവാദത്തോടു കൂടിയല്ലേ വന്നത്. അതാണ് അച്ഛന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അച്ഛനും മകനും കൂടെ അത്ര വലിയ യോജിപ്പുകളൊന്നും ഇല്ലായിരുന്നു അതിന് മുൻപ്. പക്ഷെ എന്നാലും ഇതോടുകൂടിയാണ് ഇത്. ചിലർ പറയുന്നു ഒരു തന്നിഷ്ട സ്വഭാവമുണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക്, അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ മകനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന? മരണം വരെ മകന്റെ ആവശ്യം വരുമ്പം ഓടിച്ചെല്ലും. മകനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യൂ. മകന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ക്രിമിനൽ കേസ്, അത് ഇത്, ആ സമയത്തെല്ലാം ഓടിച്ചെന്ന് അവരുടെ കാല് പിടിച്ചവരെ രക്ഷിക്കും. അച്ഛന്റെ ആഗ്രഹം വാളാത്ത വീട്ടിൽ കിടക്കണം എന്നായിരുന്നു. അത് അദ്ദേഹം അങ്ങ് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തൊരു കൊട്ടാരക്കര വീട്ടിലായിരുന്നു. കൊട്ടാരക്കര വീട്ടിലേക്ക് മാറ്റി. അതിന്റെ കാരണം എന്താണ്?
അതെന്താണെന്ന് എനിക്ക് വാളാത്ത വീട്ടിലോട്ട് ഇനി ആരും ഒരു ആക്സസ് വേണ്ട, അയാള് കസ്റ്റഡിയിലാക്കുക. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആരും അതൊന്നും പോകണ്ടെന്ന് വിചാരിച്ചായിരിക്കാം വാളാത്ത വീട്ടിൽ നിന്ന് അച്ഛന് അവസാനം അവിടെ കിടന്ന് മരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാന കാലത്ത് ബാലകൃഷ്ണപിള്ളയെ വീട്ടിൽ പൂട്ടിയിട്ടു എന്നൊക്കെ. അല്ല, അച്ഛനൊരു തടവ് പോലെയായിരുന്നു. ഒരു കൊട്ടാരക്കര വീട്ടിൽ അച്ഛൻ രാജകീയമായിട്ട് ജീവിച്ചിരുന്നിടത്ത് മാറ്റി ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മുറിയിലായിരുന്നു അവസാന കാലം. അതിന്റെ കാരണം എന്താ? അത് അദ്ദേഹത്തിനോട് ചോദിച്ചല്ലേ അറിയുള്ളൂ. ആ മോളിൽ കയറാൻ വയ്യ എന്നൊക്കെയാണ് ന്യായം പറയുന്നത്. അച്ഛൻ കയറി ഇറങ്ങാറൊന്നുമില്ല. പിന്നെ സ്റ്റാഫുകളുടെ സൗകര്യത്തിനൊക്കെ ആയിരിക്കും. ജോലിക്കാരുടെ അത്ര ഒരു ചെറിയ മുറിയായിരുന്നു? ചെറിയ മുറിയല്ല, ഒരു താഴത്തെ ഒരു മുറി. ആ മുറി ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. അവിടെ ഒരു ഹൗസ് അറസ്റ്റിൽ എന്നതുപോലെ പറയാം. ഒന്നിന് സ്വാതന്ത്ര്യം. പേടി അച്ഛന് ഭയങ്കര ഭയമായിരുന്നു. അവസാനം വിറയ്ക്കും. ഇയാൾ വരുന്നു എന്ന് പറയുമ്പോ കൈയെല്ലാം വിറയ്ക്കും. ഭയങ്കര പേടിയായിരുന്നു. അതിന്റെ കാരണം എന്താ? കാരണം പേടിപ്പിച്ച് നിർത്തിയിരുന്നോണ്ട്. അങ്ങനല്ലേ വിൽപത്രമൊക്കെ ശരിയാക്കി എടുത്തു. ഭയപ്പെടുത്തിയ ബാങ്കിൽ ഈ ഒപ്പിടാൻ അച്ഛനെ ഒരു വർഷമായിട്ടേ ഒപ്പിടുന്നില്ല. ഈ ബാങ്കിൽ ഒറ്റ പൈസയിൽ എല്ലാം മാറിയിരിക്കുന്ന എങ്ങനെ ചെക്ക് ഒരുപാട് ചെക്കിൽ ഇങ്ങനെ അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ വലിയൊരു നിക്ഷേപം ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്നു. ഒറ്റ രൂപ ആർക്കും കൊടുത്തില്ല, തനിയെ എടുത്തു മുഴുവൻ. ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കില് തങ്കപ്പമ്മ അച്ഛന് 10,000 രൂപയായ വിളിച്ച് തങ്കപ്പ കൊണ്ടുപോയി ഇടൂന്ന് പറഞ്ഞ് കൊടുക്കും. അച്ഛൻ ചെലവാക്കത്തില്ല, എല്ലാ രൂപയും ഇയാളെ ഏൽപ്പിച്ചു. ഈ മനുഷ്യൻ കൊണ്ടുചെന്ന് പലരുടെ പേരിലൊക്കെ അത് ഇട്ടിട്ട്, പിന്നെ അച്ഛന്റെ കയ്യിൽ കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഇതിന്റെ. അത് അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ എന്നും പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഒരു സാറ്, സ്കൂളിലെ ഒരു സാറുണ്ട്. അദ്ദേഹത്തിന് വിശ്വസ്തൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അച്ഛൻ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽസ്. ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്, 3 പേരും കൂടി നിൽക്കുമ്പോഴേ അത് കൊണ്ടു കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കാലം കഴിയുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം. ഇവർക്ക് ഗണേശന്റെ മക്കൾക്ക് ഇത്ര, അനിയത്തിയുടെ മകനിത്ര, നിന്റെ മക്കൾക്ക് ഇത്ര, പിന്നെ അച്ഛനെ നോക്കി വർഷങ്ങളോളം കൂടെ വന്ന കൃഷ്ണപിള്ള കാര്യസ്ഥന് അയാൾക്ക് ഇത്ര, എല്ലാം പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷെ ഒറ്റ മനുഷ്യർക്കൊന്നും കൊടുത്തില്ല. എല്ലാം തട്ടിയെടുത്തു. ബാക്കി തങ്കപ്പമ്പിള്ള എടുത്തു. ഗണേഷ് കുമാറും തങ്കപ്പപിള്ളയും തമ്മിലുള്ള ഒരു കളി അല്ല, അവര് തമ്മിൽ വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ പണത്തിന്റെ കാര്യം വന്നപ്പോ തങ്കപ്പമ്പിള്ള ബുദ്ധിപരമായിട്ട് അത് പലരുടെ പേരിലല്ലേ ഇട്ടത്. അപ്പൊ കുറെ അങ്ങേരെടുത്തു. പിന്നെ മെജോറിറ്റി ഗണേഷ് കുമാർ കൊണ്ടു.